കുടുംബം എന്ന സംവിധാനത്തെ വളരെയേറെ ആദരവോടെയും പരിഗണനയോടെയും കാണുന്ന മതമാണ് ഇസ്ലാം. പ്രധാനപ്പെട്ട 4 ലക്ഷ്യങ്ങൾ കുടുംബമായി ജീവിക്കുന്നതിൻ്റെ പിന്നിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് എല്ലാ മനുഷ്യരും എപ്പോഴും ആഗ്രഹിക്കുന്ന ഒന്നാണ് ജീവിതത്തിൽ സമാധാനം ലഭിക്കുക എന്നത്. ആ സമാധാനത്തിന് വേണ്ടി സമ്പാദ്യം മുഴുവനും ചെലവഴിക്കാനും അത് ലഭിക്കുന്ന പ്രോഗ്രാമുകളും സ്ഥലങ്ങളും പരിപാടികളും തേടി ലോകത്തുടനീളം സഞ്ചരിക്കാനും മനുഷ്യർ തയ്യാറാകുന്നുണ്ടെങ്കിൽ ഇസ്ലാം പറയുന്നത് ഐഹിക ലോകത്തെ നമ്മുടെ സമാധാനപൂർണമായ ജീവിതത്തിന് പ്രകൃതിപരമായി അള്ളാഹു നമുക്ക് ഒരുക്കി തന്ന സംവിധാനത്തിൻ്റെ പേരാണ് കുടുംബം എന്ന് പറയുന്നത്. വമിൻ ആയാത്തിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനൂ ഇലൈഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അങ്ങനെയാണ്. അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾക്കുള്ള ഇണകളെ നിങ്ങളിൽ നിന്നു തന്നെ അള്ളാഹു സംവിധാനിച്ചു തന്നു. എന്തിനാണ് ഇണകളെ തന്നത്? ലിതസ്കുനൂ ഇലൈഹാ. ആ ഇണയുടെ സമീപത്തേക്ക് സക്കീനത്ത് തേടി സമാധാനം കാക്ഷിച്ച് കടന്നു ചെല്ലാൻ വേണ്ടിയാണ്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാൾ ജീവിതത്തിൻ്റെ വലിയ ഭാരം ചുമക്കുന്ന ഒരാളാണ്. ഒരു സാധാ കുടുംബനാഥനെ തന്നെ നിങ്ങൾ നിരീക്ഷിച്ചു നോക്കൂ. നേരം വെളുത്ത് വൈകുന്നേരമാകുന്നതിൻ്റെ ഇടയിൽ എന്തെല്ലാം പ്രതിസന്ധികളെയാണ് അയാൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഒരു കുടുംബത്തിൻ്റെ 2 അറ്റം മുട്ടിക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ തൊഴിലിന് ഇറങ്ങിപ്പോകുന്ന ഒരാൾ ചിലപ്പോൾ മുതലാളിമാരിൽ നിന്ന് ശകാരം കേൾക്കുന്നുണ്ടാകും. ഒരു ബസ് കണ്ടക്ടറാണെങ്കിൽ ഒരുപാട് ചീത്തവിളി കേൾക്കുന്നുണ്ടാകും. ഒരു കച്ചവടക്കാരനാണെങ്കിൽ പലതരത്തിലുള്ള വെല്ലുവിളികൾ അയാളെ അഭിമുഖീകരിക്കുന്നുണ്ടാകും. ഇങ്ങനെ കുടുംബത്തിന് വേണ്ടി ഏത് തൊഴിലെടുക്കുന്നവരും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. അതെല്ലാം ആർക്കു വേണ്ടിയാണ്? തൻ്റെ കുടുംബം പട്ടിണിയില്ലാതെ മുന്നോട്ട് പോകാനാണ്. ആ വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമെല്ലാം അയാളുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും ഉണ്ടാകും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വ്യവസായികൾക്കും മറ്റു ഉദ്യോഗതലങ്ങളിൽ ജീവിക്കുന്നവർക്കുമൊക്കെ പ്രതിസന്ധികളും പ്രയാസങ്ങളുമുണ്ട്. അതെല്ലാം തൻ്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ സ്നേഹനിധിയായ ഭാര്യയുടെ വശ്യമായ പെരുമാറ്റങ്ങൾക്ക് മുമ്പിൽ അയാളെ ഹൃദയത്തിൽ ഉരുണ്ടുകൂടിയ ആ കാർമേഘങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുന്നു. അതിനു വേണ്ടിയാണ് ഒരു ഭാര്യ ഭർത്താവിന് വേണ്ടി സംവിധാനിക്കപ്പെട്ടത്, ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി സംവിധാനിക്കപ്പെട്ടത്. 2 വിഭാഗത്തിൻ്റെയും ജീവിത പ്രാരാബ്ദങ്ങളുടെ പേരിൽ മനസ്സുരുകുമ്പോൾ പരസ്പരം ശാന്തി പകരുക, അതാണ് കുടുംബജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. രണ്ടാമതായി, സമാധാനത്തോടെ ജീവിക്കുന്നതിൻ്റെ കൂടെ തന്നെ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് സ്നേഹവും കാരുണ്യവും. സ്നേഹവും കാരുണ്യവും ഒരേപോലെ ലഭിക്കുക ഇണയിൽ നിന്നും തുണയിൽ നിന്നും മാത്രമാണ്. ഒരു കുടുംബ സംവിധാനത്തിൻ്റെ ഭാഗമായി ഭാര്യയും ഭർത്താവുമായി ജീവിക്കുമ്പോൾ മാത്രമേ മനസ്സറിഞ്ഞ സ്നേഹവും കാരുണ്യവും ലഭിക്കുകയുള്ളൂ. ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാതെ വേറെ ഏതെങ്കിലും തരത്തിൽ ഒരു താൽക്കാലിക ഇണയെ വരിക്കുക എന്ന രീതി ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. അത്തരം ജീവിതം നയിക്കുന്നവർക്ക് ഒരുപക്ഷെ താൽക്കാലികമായി സ്നേഹം എന്നത് ലഭിച്ചാലും കാരുണ്യം എന്നത് അവർക്ക് ലഭിക്കുകയില്ല. പരിശുദ്ധ ഖുർആൻ ആ കാര്യം പ്രത്യേകം സൂചിപ്പിച്ചത് കാണാം. അത് മനുഷ്യന് ആവശ്യമുള്ള ഒരുപാട് ഘട്ടങ്ങളുണ്ട്. കാരുണ്യത്തിൻ്റെ തണലിൽ മാത്രം സംരക്ഷണവും ശ്രദ്ധയും നമുക്ക് ലഭിക്കുന്നത് ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും, പ്രത്യേകിച്ച് രോഗികളാകുമ്പോഴും
പ്രായമാകുമ്പോഴുമൊക്കെ ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ നോക്കണമെങ്കിൽ, ഒരു ഭർത്താവിന് ഭാര്യയെ പരിചരിക്കാൻ സാധിക്കണമെങ്കിൽ മവദ്ദത്തിൻ്റെ പുറമെ റഹ്മത്ത് എന്ന് പറയുന്ന അനുഗ്രഹമുണ്ടാകണം. അതുകൊണ്ടാണ് പടച്ച റബ്ബ് ഖുർആനിൽ തുടർന്ന് പറഞ്ഞത് കാണാം, വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യതഫക്കറൂൻ. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അല്ലാഹു സ്നേഹവും കാരുണ്യവും ആക്കി തന്നു. ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. താൽക്കാലികമായി ഒരാളെ ജീവിത പങ്കാളിയായി കൊണ്ടു നടക്കുന്ന ഒരാൾക്ക് അവരുടെ ശാരീരിക ആരോഗ്യവും സൗന്ദര്യവും നിലനിൽക്കുമ്പോൾ ഐഹികമായ ഒരു സ്നേഹം അവരോട് തോന്നിയേക്കാം. എന്നാൽ അവരുടെ സൗന്ദര്യം അസ്തമിച്ചു കഴിഞ്ഞാൽ, ആരോഗ്യം ക്ഷീണിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരോട് യാതൊരു ദയുണ്ടാവില്ല, പിന്നെ വേറൊരാളെ തേടിപ്പോകും. അതേ സമയത്ത് ഒരു ഭർത്താവ് രോഗിയായി കിടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു ഭാര്യയ്ക്ക് എല്ലാം ഉപേക്ഷിച്ച് ആ ഭർത്താവിനെ പരിചരിക്കാൻ കഴിയുന്നത്? രോഗിയായി തീർന്ന ഒരു ഭാര്യയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ ഒരു ഭർത്താവിന് സാധിക്കുന്നത് എന്തുകൊണ്ടാ? അത് ഭാര്യ ഭർത്താവ് എന്ന പദവിയിലൂടെ മാത്രം മനുഷ്യർക്ക് ലഭിക്കുന്ന ഒരു മഹത്തായ ഗുണമാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബജീവിതത്തിൻ്റെ മറ്റൊരു ലക്ഷ്യമായി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തേത്, ജൈവികമായ നമ്മുടെ ഉത്തരവാദിത്വം എന്നതിന് പുറമെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാരത്രിക ലോകത്തേക്കുള്ള വലിയ സമ്പാദ്യവും കൂടിയായ സ്വാലിഹീങ്ങളായ മക്കളുണ്ടാകുക എന്നതാണ് നമ്മളെ കുടുംബജീവിതത്തിൻ്റെ മുഖ്യ ലക്ഷ്യങ്ങളിൽ ഒന്ന്. നമ്മളെല്ലാം ഇവിടെ ഉണ്ടായത് നമ്മുടെ മാതാപിതാക്കൾ ഇണയും തുണയുമായി ജീവിച്ചതുകൊണ്ടാണ്. നമുക്ക് ശേഷം നമ്മുടെ വംശം കുറ്റിയേറ്റുപോകരുത്. നമ്മുടെ പരമ്പര ഇവിടെ ഇനിയും നിലനിൽക്കണമെങ്കിൽ നമ്മളും ഇണജീവിതം നയിക്കണം. അത് ആ സ്വാലിഹീങ്ങളായ മക്കൾ കൂടി ആയിത്തീർന്നാലോ നമുക്ക് ആഖിറത്തിലേക്കുള്ള ഏറ്റവും വലിയ സമ്പാദ്യം അതാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമുക്ക് പഠിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെ മരണാനന്തരം അയാൾക്ക് ഉപകാരപ്പെടുന്ന മൂന്ന് കാര്യങ്ങളിൽ ഒന്ന്, ഔ വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഖുർആൻ ഓതുന്ന, സ്വതക്ക ചെയ്യുന്ന, ഹദിയ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ മരണാനന്തരം നമുക്ക് ഉപകാരം ചെയ്യും. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് കാണാം, എൻ്റെ ഉമ്മത്ത് വലിയ ഭാഗ്യവാന്മാരാണ്, പാപപങ്കിലരായി അവർ ഖബറടക്കപ്പെടുന്നു, എന്നാൽ പുനരുദ്ധാരണ നാളിൽ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് ഒരു പാപവും ബാക്കിയില്ലാത്ത വിധത്തിലാണ്. അതെങ്ങനെ സംഭവിക്കുന്നു? സ്വാലിഹീങ്ങളായ സന്താന പരമ്പരകളിൽ നിന്ന് ലഭിക്കുന്ന പ്രാർത്ഥന കാരണമായി. അള്ളാഹു ആ വിധത്തിലുള്ള സന്താന പരമ്പരകളെ ഖിയാമത്ത് നാൾ വരെ നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. അത് വ്യവസ്ഥാപിതമായ കുടുംബജീവിതത്തിലൂടെ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. നാലാമതായി കുടുംബജീവിതം നമുക്ക് നൽകുന്നതെന്താ? ജീവിതത്തിന് അടുക്കും ചിട്ടയും ധാർമ്മിക ബോധവും നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒന്നാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ സമ്മേളനത്തിൻ്റെ പ്രമേയം ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്നതാണ്. ഒരാൾക്ക് തനിക്കൊരു ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്, അവരെ പോറ്റി വളർത്തേണ്ടതും സംരക്ഷിക്കേണ്ടതും പഠിപ്പിച്ചു ഉയർച്ചയും വളർച്ചയും നൽകേണ്ടതും എൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് ഒരാൾക്ക് ബോധ്യമുണ്ടായാൽ അയാൾ ജീവിതത്തിന് ലക്ഷ്യമുള്ളയാളായി. അയാളുടെ സമയവും അയാളുടെ സമ്പാദ്യവും ഒരു ലക്ഷ്യത്തിന് വേണ്ടി വിനിമയം ചെയ്യുമ്പോൾ അയാൾ അച്ചടക്കമുള്ളവനാകും. എല്ലാ നിക്കാഹിൻ്റെ ഖുതുബയിലും നിങ്ങൾ കേൾക്കാറില്ലേ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതായി, മൻ തസവ്വജ ബിംറഅ ഫഖദ് അഹറസ സുലുസൈ ദീനിഹി, ആരെങ്കിലും വിവാഹിതനായി കഴിഞ്ഞാൽ അവൻ്റെ മതത്തിൻ്റെ 2/3 ഭാഗം സുരക്ഷിതമായി, ദീനിൻ്റെ 2/3 ഭാഗവും സുരക്ഷിതമാകും വിവാഹിതനായാൽ. ഒരാളെ ദീന് തകർന്നു പോകുന്നത് പ്രധാനമായും ഒന്ന് സമയത്തിൻ്റെ വില അറിയാതിരിക്കുമ്പോഴാണ്. ഒരാളുടെ ആയുസ് എന്ന് പറയുന്നത് അയാളുടെ മൂലധനമാണ്. അത് ചെതലരിച്ചു പോകാതെ
അതിൻ്റെ വില മനസ്സിലാക്കി അതിനെ വ്യയം ചെയ്യാൻ ഒരാൾക്ക് സാധിച്ചാൽ അയാൾക്ക് ജീവിത വിജയമുണ്ടാകും, അയാൾക്ക് ധാർമ്മികത നിലനിർത്താൻ കഴിയും. സമയത്തെക്കുറിച്ചുള്ള ബോധമില്ലെങ്കിലോ അയാളുടെ ജീവിതം കുത്തഴിഞ്ഞതായി പോകും. വിവാഹിതനായ ഒരു ചെറുപ്പക്കാരൻ നിങ്ങൾ നിരീക്ഷിച്ചു നോക്കൂ. അയാൾ വൈകുന്നേരം അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ തന്നെ ഒരു 8 മണി 9 മണിയാകുന്നതിന് മുമ്പ് അയാൾ ഇങ്ങനെ വാച്ചിലേക്ക് നോക്കും. അപ്പോൾ കൂട്ടുകാരിങ്ങനെ ചോദിക്കും, എന്താ വാച്ചിൽ നോക്കണത്? അയാൾ പറയും, ഞാൻ വീട്ടിലെത്തിയാലേ മക്കളൊക്കെ ഭക്ഷണം കഴിക്കുള്ളൂ, അതുകൊണ്ട് ഞാൻ പോകട്ടെ. അങ്ങനെ പെട്ടെന്ന് വീട്ടിലേക്ക് പോകാൻ ഇയാൾ വെമ്പൽ കൊള്ളുന്നത് എന്തുകൊണ്ടാണ്? അയാളുടെ സമയം ഇപ്പോൾ അയാളുടേത് മാത്രമല്ല, അതിന് പങ്കുപറ്റാൻ വീട്ടിൽ ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവർക്ക് കൂടി പകുത്തു നൽകേണ്ടതാണ് എൻ്റെ സമയം. അതുകൊണ്ട് തന്നെ രാത്രിയുടെ യാമങ്ങളിൽ തെരുവുകളിൽ വെറുതെ അലഞ്ഞു നടക്കാൻ വിവാഹിതനായ ഒരു ചെറുപ്പക്കാരൻ്റെ കയ്യിൽ സമയം ബാക്കിയുണ്ടാകൂല. ഇരുട്ടിൻ്റെ മറവിൽ നടക്കുന്ന അനാശാസ പ്രവർത്തനങ്ങളിലേക്ക് പോകാതെ അയാളുടെ ധാർമ്മികതക്ക് അത് കാവലായി മാറുന്നത് അങ്ങനെയാണ്. ഒരാളെ ദീന് പൊളിഞ്ഞു പോകുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം അയാളെ കയ്യിൽ സമ്പത്തുണ്ട്, പക്ഷേ അതിന് ഉത്തരവാദിത്തങ്ങളോ ബാധ്യതകളോ ഇല്ലെങ്കിൽ ആ പണം ഉപയോഗിച്ച് ഏത് ദുർവ്യയം ചെയ്യാനും എന്ത് വേണ്ടാവൃത്തിയിൽ ഏർപ്പെടാനും അയാൾ തയ്യാറാകും. എന്നാൽ ഭാര്യയും മക്കളുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കയ്യിൽ വരുന്ന ഓരോ ഉറുപ്പികക്കും വലിയ മൂല്യമുണ്ടാകും. കാരണം നമ്മളെ ഭാര്യമാർ, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഭാര്യമാർ അവരെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന ബജറ്റ് അത് തന്നെ വലുതായിരിക്കും. ഒറ്റ ശ്വാസത്തിൽ അവരൊന്നിച്ചാണ് പറയുക, പഞ്ചസാര കഴിഞ്ഞിട്ടുണ്ട്, അരി തീർന്നിട്ടുണ്ട്, ചായപ്പൊടിയും കുറച്ച് വാങ്ങിക്കൊള്ളണ്ട്, മൈദപ്പൊടിയും കുറച്ച് വേണം, മീനും കഴിഞ്ഞിട്ടുണ്ട്, ഗ്യാസ് തീരാനായിട്ടുണ്ട്, കുട്ടിൻ്റെ ഫീസ് കൊടുക്കാണ്ട്, കറണ്ടിൻ്റെ ബില്ലും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ പൈസ കൊണ്ട് കള്ളുടിക്കാൻ കാശുണ്ടോ? കഞ്ചാവ് വലിക്കാൻ പണമുണ്ടോ? ഇല്ല. ഉത്തരവാദിത്വ ബോധമുള്ള ഒരാളായി കുടുംബനാഥനായി മാറുന്നതോടെ നമ്മളെ സമ്പത്ത് ചെലവഴിക്കുന്നതിൽ നമുക്കൊരു ചിന്ത വരികയാണ്, ഒരു അച്ചടക്കം വരികയാണ്. ഇങ്ങനെ ജീവിതത്തെ ഐഹികമായും പാരത്രികമായും ചിട്ടപ്പെടുത്താൻ ആവശ്യമായ ഏറ്റവും വലിയൊരു സംവിധാനത്തിൻ്റെ പേരാണ് കുടുംബം എന്ന് പറയുന്നത്. അത് നല്ല ഭദ്രതയോടെ, ഐക്യത്തോടെ, യോജിപ്പോടെ മുന്നോട്ട് കൊണ്ടുപോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പാരത്രിക ലോകത്ത് തരാൻ പോകുന്നതും വലിയ നേട്ടങ്ങളാണ്. മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഹദീസിൽ തന്നെ കാണാം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അസ്സിലത്തു, ഈ കുടുംബബന്ധം എന്ന് പറയുന്ന സംവിധാനം, മുഅല്ലഖത്തും ബിൽ അർശ്, അല്ലാഹുവിൻ്റെ അർശിൽ അതിനെ ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ഒരു ചിത്രീകരണ ശൈലിയിലൂടെ അവിടുന്ന് പറഞ്ഞതാണ്. ആ കുടുംബബന്ധം വഹിയ തഖൂൽ, എല്ലാ ദിവസവും അത് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്, മൻ വസലനി വസലഹുല്ലാഹ്, പടച്ചവനെ കുടുംബബന്ധമാകുന്ന എന്നെ ആരാണോ ചേർത്തു പിടിക്കുന്നത് അവൻ്റെ എല്ലാ കാര്യങ്ങളും നീ ചേർത്തു കൊടുക്കണമേ. വമൻ ഖതഅനി ഖതഅഹുല്ലാഹ്, കുടുംബബന്ധമാകുന്ന എന്നെ ആരാണോ വിച്ഛേദിച്ച് കളയുന്നത് അവൻ്റെ സർവ സംരംഭങ്ങളും നീ തകർത്തു കളയണമേ എന്ന് കുടുംബം എന്നും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുവെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, കൂട്ടുകാരെ, നിങ്ങളെ ഏത് സംരംഭമാവട്ടെ, അത് വ്യവസായമാവട്ടെ, പഠനമാവട്ടെ, വേറെ ഏത് ലക്ഷ്യങ്ങളുണ്ടോ അതൊക്കെ പൂർണ്ണമായി വിജയത്തിൽ കലാശിക്കണമെങ്കിൽ നാം കുടുംബബന്ധങ്ങളെ ഭദ്രമാക്കണം. ഭാര്യയുമായി തെറ്റിപ്പിരിഞ്ഞ് ഗൾഫിൽ പോയി നിങ്ങൾ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയാൽ അത് വിജയത്തിൽ കലാശിക്കൂല. ഇവിടെ നിങ്ങൾ എന്ത് സംരംഭം ആരംഭിച്ചാലും ഉമ്മയുമായി പിണങ്ങിയിട്ടാണോ, ജ്യേഷ്ഠാനുജന്മാരുമായി പിണക്കത്തിലാണോ, നമ്മളെ സർവ്വ സംരംഭങ്ങളും പരാജയപ്പെട്ടു പോകും. അതൊക്കെ വിജയിക്കണമെങ്കിൽ കുടുംബത്തെ ചേർത്ത് പിടിച്ച് നമ്മൾ കൊണ്ടുപോകണം. മാത്രമല്ല, കുടുംബബന്ധം പുലർത്തുന്നവർക്ക് മുത്തുനബി നൽകുന്ന ഓഫർ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കുടുംബബന്ധം പുലർത്തുന്ന മനുഷ്യനതാ അവൻ അല്ലാഹു നൽകുന്ന ഒന്നാമത്തെ ദുന്യാവിലുള്ള നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ അവൻ്റെ സാമ്പത്തികമായ അഭിവൃദ്ധിയാണ്. മൻ അഹബ്ബ
അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസഅ ലഹു ഫീ അസ്രിഹി ഫല്യസിൽ റഹ്മഹു. ആർക്കെങ്കിലും സാമ്പത്തിക പുരോഗതി വേണമെന്ന താല്പര്യമുണ്ടോ? നിബിതങ്ങൾ ചോദിക്കുകയാണ്. രണ്ടാമത്, അവന് ദീർഘായുസ് വേണമെന്ന പൂതിയുണ്ടോ? ഇത് രണ്ടും ആഗ്രഹമില്ലാത്തവരാരും എൻ്റെ ശബ്ദം കേൾക്കുന്നവരിൽ ഉണ്ടാവില്ല. ഇത് രണ്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഫല്യസിൽ റഹ്മഹു, അവൻ്റെ കുടുംബബന്ധം ചേർത്തുകൊള്ളട്ടെ. കുടുംബത്തെ തകരാതെ വളരെ സ്നേഹത്തോടെ ഒന്നിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് സാമ്പത്തിക പുരോഗതി തരും. സാമ്പത്തിക പുരോഗതി നേടിയവരെ കുറിച്ച് നിങ്ങളൊരു അന്വേഷണം നടത്തുക, പഠനം നടത്തുക. അവരെ കുടുംബജീവിതം എങ്ങനെയാണ്? 100% ഗ്യാരണ്ടി പറയാം, അവരെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരെ സാമ്പത്തികമായി വളർന്നിട്ടുണ്ടാവൂ. അത് അനുജന്മാരെ കാര്യമാവട്ടെ, പെങ്ങന്മാരെ കാര്യമാവട്ടെ, എളാപ്പ മൂത്താപ്പമാരാവട്ടെ, കുടുംബത്തിൽ പ്രയാസപ്പെടുന്നവരാവട്ടെ, ഭാര്യ സന്താനങ്ങളാകട്ടെ, അവരുടെ വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ വിഷമങ്ങളൊക്കെ പരിഹരിച്ചു കൊണ്ടുപോയി കുടുംബത്തിൽ വല്ല ഭിന്നതയും പിളർപ്പും ഉണ്ടായാൽ അവിടെ ഇണക്കി ചേർക്കാൻ മുൻകൈയെടുക്കുന്നവനാരോ അവരായിരിക്കും പണക്കാർ. അവരേത് മതക്കാരാണെങ്കിലും നിങ്ങൾ പഠിച്ചു നോക്കൂ, കുടുംബത്തെ നല്ല രീതിയിൽ നയിച്ചവർക്ക് അള്ളാഹു ആ നിലക്കുള്ള പുരോഗതി കൊടുക്കാറുള്ളൂ. അതേപോലെ തന്നെ ദീർഘായുസ്സിനും അള്ളാഹു നമുക്ക് ഓഫർ തരുന്നു കുടുംബബന്ധം പുലർത്താൻ. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ കുടുംബത്തിൽ പല റോളുകളുമുള്ളവരാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നത്. അവരാണല്ലോ കുടുംബത്തിൻ്റെ അടിത്തറ. അവരെ ഫോളോ ചെയ്തുകൊണ്ടാണ് ബാക്കിയുള്ളവരൊക്കെ ജീവിക്കുന്നതെന്നതിനാൽ ഭാര്യയും ഭർത്താവും മാതൃകാ കുടുംബ ജീവിതം നയിക്കുകയാണെങ്കിൽ തനിയെ ബാക്കിയുള്ളവരെല്ലാവരും നല്ലവരായിത്തീരും. ഒരു നല്ല ഭർത്താവ് ആയി നമ്മൾ മാറണമെങ്കിൽ എന്തു വേണം? നമ്മുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് നമ്മൾ ബോധമുള്ളവരാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ഭാര്യയെ നമുക്ക് നൽകുന്നതിലൂടെ അവരുടെ എല്ലാ അർത്ഥത്തിലുമുള്ള സംരക്ഷണം നമ്മളെ ഏൽപ്പിക്കുകയാണ്. വഅലൽ മൗലൂദി ലഹു റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്. ഒരു കുടുംബത്തിൻ്റെ സാമ്പത്തികമായ ബാധ്യതകളെല്ലാം ആ കുടുംബനാഥൻ്റെ ചുമലിലാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബത്തിൽ ഇസ്ലാമിക ദർശനത്തിൽ ഒരു ബാധ്യതയും സാമ്പത്തികമായി അവരെ ഏൽപ്പിച്ചിട്ടില്ല. ഉച്ചയുടെ ആഹാരം ഭർത്താവ് സമ്പാദിച്ചാൽ രാത്രി ഭാര്യ കൊണ്ടുവരണം, ദീനിലില്ല. ഒരു മാസം ഭർത്താവാണെങ്കിൽ 2ാമത്തെ മാസം ഭാര്യ, ബാധ്യതയില്ല. എത്രത്തോളം എന്നറിയോ? ഒരു പെണ്ണിൻ്റെ ഫിത്ർ സക്കാത്ത് പോലും കൊടുക്കേണ്ടത് അവൾ പണക്കാരിയാണെങ്കിലും അവളുടെ ഭർത്താവിൻ്റെ ബാധ്യതയാണ്. ഈ വിധത്തിൽ ഭാര്യമാരുടെ എല്ലാ സാമ്പത്തിക ഉത്തരവാദിത്തങ്ങളും ഭർത്താക്കന്മാരെ ഏൽപ്പിച്ച മതമാണ് ഇസ്ലാം. കൂട്ടത്തിൽ ഒന്നുകൂടി നിങ്ങൾ ചേർത്ത് മനസ്സിലാക്കുക. ഇതുകൊണ്ടാണ് അനന്തരാവകാശ സ്വത്ത് വീതം വെക്കുന്ന സമയത്ത് അവിടെ അള്ളാഹുവിൻ്റെ നിർദ്ദേശമുണ്ട്, ആണുങ്ങൾക്ക് ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ, ഒരു സ്ത്രീക്ക് നൽകുന്നതിൻ്റെ ഇരട്ടി ആണിന് സമ്പത്ത് കൊടുക്കണം എന്ന് അള്ളാഹു പറയാൻ കാരണം സാമ്പത്തിക ഉത്തരവാദിത്തം മൊത്തം അള്ളാഹു ഏൽപ്പിച്ചത് പുരുഷനെയാണ്. അവിടെയാണല്ലോ നീതി. ഒരു ചെലവില്ലാത്ത ആളുകൾക്കും വലിയ ഉത്തരവാദിത്വവും ചെലവും ബാധ്യതയുമുള്ള ആളുകൾക്കും ഒരുപോലെ കൊടുക്കലല്ലോ നീതി. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, അള്ളാഹു നീതി കൊണ്ട് കൽപ്പിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ പുരുഷന് കുടുംബത്തിൻ്റെ സാമ്പത്തികമായ എല്ലാ ബാധ്യതയും അവൻ ഏറ്റെടുക്കണം. അവർക്ക് വീടുണ്ടാക്കി കൊടുക്കണം, താമസിക്കാനുള്ള സൗകര്യമുള്ള വീട് വേണം, വസ്ത്രം വേണം, അതുപോലെ മക്കളെ പഠിപ്പിക്കണം, അവർക്ക് ആഹാരം വേണം. അതിനെല്ലാം ഇസ്ലാമിൽ സമഗ്രമായ വ്യവസ്ഥകളുണ്ട്. അത് നിർവഹിക്കുന്നതിൽ നമ്മൾ ഒരിക്കലും അമാന്തം കാണിക്കാൻ പാടില്ല. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നത് കാണാം, കഫാബിൽ മർഇ അൻ യുളയ്യ കഫാബിൽ മർഇ സമൻ അൻ യുളയ്യ മൻ യഖൂത്. ഒരു മനുഷ്യന് നാളെ പരലോകത്ത് വരുമ്പോൾ
കുറ്റവാളിയാകണോ? കുടുംബത്തിൻ്റെ ചെലവ് കൊടുക്കുന്നതിൽ അവൻ അമാന്തം കാണിച്ചാൽ അതുമാത്രം മതിയാവും, നമുക്കെടുക്കാൻ മാത്രമുള്ള കുറ്റങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് കുടുംബത്തിന് സന്തോഷകരമായ ജീവിതം നയിക്കാൻ ആവശ്യമായ സമ്പാദ്യം ഉണ്ടാക്കുകയും അവർക്ക് സന്തോഷകരമായ ജീവിത സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം. അത് നല്ല ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്വമാണ്. അതോടൊപ്പം തന്നെ ഒരു ഭാര്യ എന്ന നിലക്ക് ഒരു സ്ത്രീ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ പറയുന്ന സാമ്പത്തികമായ ചെലവുകൾ മാത്രമല്ല. അവൾ അവിവാഹിതയായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അത് വാപ്പ കൊടുത്തേക്കും, അല്ലെങ്കിൽ ആങ്ങളമാർ കൊടുത്തേക്കും, അല്ലെങ്കിൽ മറ്റു ബന്ധുക്കൾ കൊടുക്കും, ആരുമില്ലെങ്കിൽ നാട്ടുകാർ കൊടുക്കും. എന്നാൽ ഇവർക്ക് ആർക്കും കൊടുക്കാൻ കഴിയാത്തൊരു സംഗതി ഉണ്ടതെന്താ? ഭർത്താവ് എന്ന നിലക്കുള്ള പരിഗണനയും സ്നേഹവുമാണ്. അത് കൊടുക്കുന്നിടത്താണ് ഒരു നല്ല ഭർത്താവായി നമ്മൾ മാറുന്നത്. ഒരു ഭാര്യയെ കാണുന്ന സമയത്ത് പുഞ്ചിരിക്കാൻ നമുക്ക് മനസ്സ് വരണം. എന്നും കാണുന്നവളല്ലേ, എന്ത് ചിരിക്കാനാണെന്ന് കരുതരുത്. അവളെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കാൻ സാധിക്കണം. വിശേഷങ്ങൾ ചോദിക്കണം, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് വിളിക്കണം, എന്നും അവരെ കൈകൾ പിടിക്കണം, അവരോട് സലാം പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ചെല്ലണം, തിരിച്ചു പോരുന്ന സമയത്ത് അവരോട് സലാം പറയാൻ കഴിയണം. അവർക്ക് ഒരു ഭർത്താവ് എന്ന നിലക്ക് നമ്മുടെ സാന്നിധ്യം ആവശ്യമുള്ള ഇടത്തെല്ലാം എത്ര തിരക്കുള്ളവരാണെങ്കിലും നമ്മൾ ഒഴിവ് കണ്ടെത്തി അവരുടെ കൂടെ പോകണം. അവരെ കുടുംബത്തിൽ ഒരു കല്യാണമുണ്ടാകുമ്പോൾ ഒരു പെണ്ണിന് അവകാശമാണ് അവളുടെ ഭർത്താവിൻ്റെ കൂടെ ആ കല്യാണത്തിന് പോകുക. അവിടെ നമ്മൾ വലിയ തിരക്കുള്ള ആളാണെന്ന് പറഞ്ഞ് അവിടെ പോകാതിരിക്കരുത്. അവരൊരു സൽക്കാരത്തിന് ക്ഷണിച്ചാൽ ഭർത്താവിൻ്റെ കൂടെ അവിടെ പോകുക. അവരെ കുടുംബത്തിൽ ഒരു മരണമുണ്ടായാൽ അവിടെ സാന്നിധ്യമുണ്ടാകുക. കാരണം എന്താ? അവിടെ ഒക്കെ ചെല്ലുമ്പം ഭാര്യയോട് നാട്ടുകാർ ചോദിക്കും, ഭർത്താവ് വന്നില്ലേ, മൂപ്പരെവിടെ പോയി? അപ്പോഴൊക്കെ മറുപടിയില്ലാതെ അവർ വിഷമിക്കാതിരിക്കാൻ നമ്മൾ അവർക്ക് കൊടുക്കേണ്ട പരിഗണനയാണത്. അതുപോലെ തന്നെ നമ്മൾ വീട് നിർമ്മിക്കുന്ന സമയത്ത്, ആഹാരം മേടിക്കുന്ന സമയത്ത്, ഭക്ഷ്യപദാർത്ഥങ്ങൾ വാങ്ങാൻ പോകുന്ന സമയത്ത്, വസ്ത്രം വാങ്ങുന്ന സമയത്ത്, അപ്പോഴൊക്കെ ഭാര്യമാരുടെ കൂടി താല്പര്യവും ആഗ്രഹവും പരിഗണിച്ച് ഇസ്ലാമിക മൂല്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ അവരുടെ താല്പര്യങ്ങൾക്ക് കൂടി പരിഗണന കൊടുക്കുന്ന ഒരു ഭർത്താവാകാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നാം നല്ല ഭർത്താക്കന്മാരാകുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ആരാണ് മാന്യനായ മനുഷ്യൻ? മാന്യനായ മനുഷ്യൻ മാ അക്രമഹുന്ന ഇല്ലാ കരീം വമാ അഹാനഹുന്ന ഇല്ലാ ലഈം. ഭാര്യമാരെ പരിഗണിക്കുന്നവർ അവർ മാന്യന്മാരാണ്, അവരെ അവഗണിക്കുന്നവർ അമാന്യന്മാരാണ്. അപ്പം മാന്യന്മാരായ ഭർത്താക്കന്മാരായി അവർക്ക് അർഹിക്കുന്ന എല്ലാ പരിഗണനയും നൽകി നമ്മൾ അവരോട് സ്നേഹത്തോടെ പെരുമാറുക. ആവശ്യമായ പെരുമാറ്റമാണ് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തെക്കാൾ, നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രത്തെക്കാൾ, മറ്റ് സൗകര്യങ്ങളെക്കാൾ ഒരു ഭർത്താവ് എന്ന നിലക്ക് നമ്മളിൽ നിന്നൊരു ഭാര്യ ആഗ്രഹിക്കുന്നത്. അത് കൊടുക്കുന്നിടത്തും പ്രകടിപ്പിക്കുന്നിടത്തും നമ്മൾ പരാജയപ്പെട്ടാൽ ബാക്കി എന്ത് സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കിയാലും ഭാര്യമാർ സംതൃപ്തരാവുകയില്ല. അതുകൊണ്ട് സംതൃപ്ത കുടുംബജീവിതത്തിന് പരസ്പരം അറിഞ്ഞു പെരുമാറി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചു പോകണം. ഇതുപോലെ തന്നെയാണ് ഒരു നല്ല ഭാര്യ. ആ നല്ല ഭാര്യ ഭർത്താവിന് ഇങ്ങോട്ട് പരിഗണന കൊടുക്കേണ്ടവളാണ്. അവനെ ശ്രദ്ധിക്കാനും വീട്ടിലേക്ക് കയറി വരുമ്പോഴും തിരിച്ചു പോകുമ്പോഴുമൊക്കെ അവരുമായി കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ഭർത്താവ് എവിടെ പോകുന്നു, എപ്പോൾ വരുന്നു, ഈ വിവരങ്ങളെല്ലാം ഭാര്യയുടെ കൈവശമുണ്ടായിരിക്കണം. ആ ഭർത്താവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെ പരിഗണിക്കണം. അവർ വീട്ടിലേക്ക് കയറി വരുമ്പം അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ റെഡിയാക്കി കൊടുക്കുക, നല്ല വർത്തമാനം പറയുക, ചെറിയ ചെറിയ വിഷയങ്ങൾക്കൊന്നും പരാതിപ്പെടാതിരിക്കുക. ഞാൻ നീട്ടി പറയുന്നില്ല. മഹാനായ സയ്യിദുനാ സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ നിൽക്കുകയാണ്. മദീനത്തെ പള്ളി കോടതിയാണ്, പോലീസ് സ്റ്റേഷനാണ്, എല്ലാം അന്ന് പള്ളിയാണ്. ആ പള്ളിയിലേക്ക് സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ കടന്നു വന്നുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരു പരാതി ബോധിപ്പിക്കുകയാണ്. എന്താണ് അവിടുന്ന് പറയുന്നത്? നബിയെ, എൻ്റെ ഭർത്താവ് സഫ്വാൻ ഇബ്നു മുഅത്തൽ പ്രഗൽഭനായ ഒരു സ്വഹാബിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഭാര്യ പറയുന്നു, പരാതി ഒന്ന്, ഇദാ സ്വല്ലൈതു യദ്രിബുനി. എൻ്റെ ഭർത്താവിൻ്റെ ഒരു ദുശീലം എന്താ? ഞാൻ നിസ്കരിക്കുകയാണെങ്കിൽ
എന്നെ അയാൾ അടിക്കും. രണ്ടാമത് പറഞ്ഞു അതേപോലെ തന്നെ ഞാൻ നോമ്പ് നോൽക്കുകയാണെങ്കിൽ എന്നെ നോമ്പ് മുറിപ്പിക്കും. മൂന്നാമത് പറഞ്ഞു അദ്ദേഹം സുബഹി നിസ്കരിക്കൽ അത് സൂര്യൻ ഉദിച്ചിട്ടായിരിക്കും. വലിയ പരാതിയാണല്ലോ. സ്വഹാബത്തൊക്കെ അത്ഭുതപ്പെട്ടു. സജീവ പ്രവർത്തകനാണ്, ഇങ്ങനത്തെ ആളാണോ ഇദ്ദേഹം? നബിതങ്ങൾ ആ സദസ്സിൽ വെച്ച് തന്നെ അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചപ്പോൾ സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഞാൻ നിസ്കരിച്ചാൽ അടിക്കുമെന്ന് അവൾ പറഞ്ഞത് ശരിയാണ്. അത് സംഗതി എന്താണെന്നറിയോ? ഞാനൊരു ചെറുപ്പക്കാരനല്ലേ, ഞാൻ വീട്ടിൽ ചെന്ന് നോക്കിയാൽ ഇവളെപ്പോഴും നിസ്കാരത്തിലാ, ഉറങ്ങാൻ വരല് വളരെ കഴിഞ്ഞിട്ട് ഞാൻ കുറേ കാത്തു. ഇപ്പോൾ നിസ്കാരം തന്നെ നിസ്കാരം, ഫർള് നിസ്കാരത്തെ സംബന്ധിച്ചല്ല, ഇത് രാത്രിയിൽ ഇങ്ങനെ സുന്നത്ത് നീട്ടി നിസ്കരിക്കുക ഭർത്താവിനെ പരിഗണിക്കാതെ. അത് പാടില്ല. നബിതങ്ങൾ പറഞ്ഞു അങ്ങനെയാണോ? സഫ്വാൻ പറഞ്ഞതല്ലേ ശരി, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇബാദത്ത് ചെയ്യേണ്ടത്. പിന്നെ നോമ്പ് നോറ്റാൽ മുറിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അതും ശരിയാണ്. ഫർള് നോമ്പിന്റെ കാര്യമല്ല, സുന്നത്ത് നോമ്പിന്റെ കാര്യമാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, ഭർത്താവിന്റെ സാന്നിധ്യമുള്ളപ്പോൾ ഒരു ഭാര്യ ഒരിക്കലും ഭർത്താവിന്റെ സമ്മതമില്ലാതെ സുന്നത്ത് നോമ്പെടുക്കരുത്. അപ്പൊ അതാണ് പ്രശ്നം. മൂന്നാമത് പറഞ്ഞു പിന്നെന്താ സുബഹി നേരം വെളുത്തിട്ട് നിസ്കരിക്കണമെന്ന് ചോദിച്ചു. അപ്പൊ സഫ്വാൻ തങ്ങൾ പറഞ്ഞു, നബിയെ അങ്ങേക്കറിയാലോ ഞാൻ ഈന്തപ്പനത്തോട്ടത്തിൽ ജോലിക്ക് പോണ ആളാണ്. രാത്രിയാണ് വെയിലുള്ളത് കൊണ്ട് ജോലി ചെയ്യാറുള്ളത്, പകല് ജോലി എടുക്കാൻ കഴിയില്ല. അവിടെ വെള്ളം കോരി ഒഴിക്കണ പണിയാണ്. അപ്പം വളരെ വൈകിട്ടാണ് ഉറങ്ങാൻ വരിക. അങ്ങനെ സുബഹി ഒന്നാമത്തെ വക്ത് നിസ്കരിക്കാൻ പറ്റലില്ല, ഖളാ ആദ്യം തന്നെയാണ് നിസ്കരിക്കുക. പിന്നെ ഭാര്യമാർ പറയുമ്പോൾ നാട് കൂട്ടി പറഞ്ഞതാ നേരം വെളുത്തിട്ടാ നിസ്കരിക്കുക, നേരം വെളുക്കലൊന്നുമില്ല. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു അത് ശ്രദ്ധിക്കണം, സുബഹി ഖളാ ആക്കാൻ പാടില്ല എന്ന് ഉപദേശിക്കുകയും ചെയ്തു. അപ്പൊ പരാതിയും പരിഭവങ്ങളൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാകുക. അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വലിയ വലിയ വിഷയമായി പരാതികളാക്കി ചിത്രീകരിക്കാതെ പരസ്പരം സഹകരിച്ചും പരസ്പരം പരിഗണിച്ചും നല്ല ഭാര്യാഭർത്താക്കന്മാരായി മുന്നോട്ട് പോകാൻ നമുക്കാകണം. അർഹമുറാഹിമീനായ റബ്ബ് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷത്തോടെ ഒരുമിച്ച് കൂടുന്ന ഭാര്യാഭർത്താക്കന്മാരായി കുടുംബാംഗങ്ങളായി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു